വിജിലൻസിന് വേണോ സമഗ്രമായ നിയമം എന്നാണ് സൂപ്പർ പ്രൈം ടൈം അടുത്തതായി ചർച്ച ചെയ്യുന്നത്. റഹീമിലേക്ക്. റഹീം, ഇപ്പോൾ നടന്ന ചർച്ചകളിൽ മറുപടി പറയാനുണ്ടെങ്കിൽ മറുപടി പറയാം. അതിന് തൊട്ടുമുമ്പ് എനിക്ക് പറയാനുള്ളൊരു കാര്യം, വിജിലൻസ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് സമഗ്രമായൊരു വിജിലൻസ് നിയമത്തിന് കീഴിലല്ല. അഴിമതി നിരോധന നിയമം, ക്രിമിനൽ നടപടി നിയമം, ഇന്ത്യൻ പീനൽ കോഡ്, ഈ നിയമങ്ങളുടെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഒരു കുഴപ്പം, കാലാകാലങ്ങളായി സർക്കാർ മാറും, വിജിലൻസ് ഡയറക്ടർമാരും മാറും, ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കും, വിജിലൻസ് ഡയറക്ടർ ഒരു സർക്കുലർ ഇറക്കും. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇത് പ്രവർത്തിച്ചു പോകും. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന വിജിലൻസ് എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഇളക്കം തട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും, വ്യത്യസ്തമായ ഓർഡറുകളും സർക്കുലറുകളും വന്നാൽ. അതുകൊണ്ട് പരിഹാരം ഒരു നല്ല നിയമമാണല്ലാതെ വിജിലൻസ് ഡയറക്ടറായി ജേക്കബ് തോമസിനെ അനന്തകാലം വഴിക്കുകയല്ല. ശ്രീ ജേക്കബ് തോമസ് എന്നുള്ളത് ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ്. ഇപ്പോൾ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കുന്നു. അദ്ദേഹം പ്രതിഫലിപ്പിക്കുന്നത് സർക്കാരിൻ്റെ ബില്ലാണ്. സർക്കാരിൻ്റെ ബില്ലെന്താ? മാനിഫെസ്റ്റോയിൽ ഞങ്ങൾ പറഞ്ഞ കാര്യമാണ്. അത് താങ്കൾ ഈ പറഞ്ഞ ആഗ്രഹം തന്നെയാണ്. ഒരിക്കലുമല്ല, അത് നീതിന്യായ വ്യവസ്ഥയ്ക്ക് എതിരാണ്. സർക്കാരിന്റെ ബില്ലല്ല പ്രകടിപ്പിക്കേണ്ടത്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ ഒരു നിമിഷം, ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് സീറോ ടോളറൻസ് കറപ്ഷനോട്. അത് റിഫ്ലക്ട് ചെയ്യപ്പെടുന്ന ഏജൻസി തന്നെയാണ് വിജിലൻസ്. ആ അർത്ഥത്തിൽ സർക്കാരിന്റെ ബില്ലാണത്. തർക്കമെന്താ? നമ്മുടെ മാനിഫെസ്റ്റോയിലുണ്ട്. ഞാനതിലൊന്നും അദ്ദേഹം പറഞ്ഞതിന്റെ വാദമുഖത്തെ തള്ളിക്കളയാണ്. ഇവിടെ അങ്ങ് ചോദിച്ചു ഭരണസ്തംഭനവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉന്നയിച്ച കാര്യം, ഭരണസ്തംഭനത്തിന്റെ കാര്യം പറഞ്ഞു. കഴിഞ്ഞ ഇവരുടെ ഗവൺമെന്റിന്റെ കാലത്ത് ഇത് ശരിയായ പറയാനല്ല, ഞാൻ ഈ രീതി ശരിയല്ല. നിങ്ങൾക്ക് തന്നെ ഓർക്കാൻ ബുദ്ധിമുട്ടാണെന്നറിയാം. ഈ കേട്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് നിങ്ങളുടെ കാലത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു കുറ്റമാണെന്ന് എനിക്കറിയാം. പക്ഷേ എങ്കിലും പറയാതെ പറ്റുന്നില്ല, പറയാണ്. പ്രേക്ഷകരോട് ഞാൻ ക്ഷമാപണം ചോദിക്കുന്നു, ആ കെട്ട കാലത്തെ വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടി വരുന്നതിന്. ഞാനൊന്ന് ചോദിക്കട്ടെ, കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് IPS അസോസിയേഷൻ യോഗം കൂടി. എന്തിനായിരുന്നു യോഗം കൂടി തീരുമാനിച്ച പ്രധാനപ്പെട്ട കാര്യം? IAS യോഗം ചേർന്നു. അവർ തമ്മിലുള്ള അഴിമതിക്ക് പ്രേരിപ്പിക്കുന്നു. ശ്രീ വിൻസെന്റ്, ഇപ്പൊ അങ്ങനല്ല. ഞങ്ങളുടെ കാലത്ത് നേരെ തിരിച്ചാ. ഞങ്ങളുടെ കാലത്ത് ഇപ്പൊ ചെയ്യുന്നത് എന്താ? അഴിമതിക്കെതിരായി നിലപാടെടുക്കുന്നവർക്ക് ഗ്രൗണ്ട് സപ്പോർട്ട് കൊടുക്കുക. അത് ഞങ്ങളുടെ നിലപാടാണ്. ഇവിടെ ശ്രീ K എബ്രഹാമിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, ഇവിടെ ഇദ്ദേഹം വ്യക്തിവൈരാഗ്യം തീർക്കുന്നു എന്ന ആരോപണം ഉയർന്നു. ഞാൻ ചോദിക്കട്ടെ, K എബ്രഹാമിന് സ്ഥാനചലനം ഉണ്ടായോ? K എബ്രഹാമിൽ ഈ സർക്കാർ അവിശ്വാസം പ്രകടിപ്പിച്ചോ? ഇല്ല. പിന്നെന്താ പ്രശ്നം? പക്ഷേ പട്ടി പറയാൻ ഞാൻ പറയട്ടെ, അതല്ല, അത് പറയണ്ട. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വരുന്നത് കാണണം. അദ്ദേഹം, താങ്കളെ പോലൊരു മാധ്യമ പ്രവർത്തകൻ, ഞാൻ എല്ലാ ബഹുമാനവും നിലനിർത്തി പറയുന്നു, നമ്മൾ ഇക്കാര്യങ്ങളുടെ മെരിറ്റിലേക്കാണ് പോകേണ്ടത്. ഇത് പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മുടെ പ്രധാനപ്പെട്ട കൺസേൺ ജേക്കബ് തോമസോ K എബ്രഹാമോ അല്ല, അഴിമതിയാണ്. അഴിമതിക്കെതിരായ നിലപാട് ഒരു സർക്കാർ സ്വീകരിക്കണം. ആ കൺസേണിൽ നമ്മൾ എത്തണം. ഞാൻ പറയട്ടെ, അതാണ് വളരെ പ്രധാനം. റഹീം, അഴിമതി ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇന്ത്യയിൽ. ഇപ്പം പഞ്ചായത്ത് നമ്മൾ പൊതു കാര്യങ്ങളിലേക്ക് പോരുത്. അല്ലല്ല, കാര്യമായിട്ട് പറയുന്നത് അഴിമതി ഈ ഗവൺമെന്റ് പിണറായി വിജയൻ വളരെ സത്യസന്ധമായി ഉദ്ദേശിച്ചതോടുകൂടി തന്നെയാണ് ജേക്കബ് തോമസിനെ വെച്ചത്. പക്ഷേ അന്വേഷണ ഭീകരയായിരുന്നു. വീണിന്റെ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുള്ള വാചകമാണ്. റഹീം ഒന്ന് ഓർക്കണം, അന്വേഷണത്തിന്റെ പേരിൽ ഭീകരത കാണിക്കരുത്. അങ്ങനത്തെ ഭീകരതയുടെ ബലിയാടാണ് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഓർമ്മിക്കണം, ആ ലാവ്ലിംഗ് കേസ് ഇപ്പോഴും വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്, അറിയാമല്ലോ. ഭീകരത മാത്രമല്ല, അന്വേഷണ ഭീകരത മാത്രമല്ല, അതിൻ്റെ അകത്ത് ഒരു വക്കീലും ഭീകരത കാണിക്കാത്തതിന്റെ ഉദാഹരണമാണ് 911 തീരുമാനങ്ങൾ ഞങ്ങൾ ബ്ലൈൻഡായി തീരുമാനമെടുക്കാത്തത്, ഇപ്പോഴും അന്വേഷിക്കുന്നത്. ഇനി ഒരു നിമിഷം എനിക്ക് വിൻസെന്റിലേക്ക് ഒരു ചോദ്യം. ശ്രീ വിൻസെന്റ്, ഇതാണ് റഹീം പറയുന്ന കാര്യം പിണറായി എന്ന് പറഞ്ഞതിന് ബന്ധപ്പെട്ട് തന്നെ പറയാവുന്നതാണ്. കാരണം പിണറായി പറയുന്നുണ്ട് പിഴവുകൾ സംഭവിക്കുന്നുണ്ട്, വിജിലൻസിൻ്റെ പ്രവർത്തനത്തിൽ മൗലികമായ ചില ന്യൂനതകളുണ്ട്. അത് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നതിനെ സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ സ്വാഗതം ചെയ്യുന്നു? നിങ്ങൾ ഈ വിജിലൻസിന് 2 അമിക്കസ് ക്യൂറിയുടെ സഹായത്തോടുകൂടി ഒരു മാർഗനിർദ്ദേശം ഉണ്ടാക്കാൻ സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടപ്പോൾ അതിനെതിരെ ഡിവിഷൻ ബെഞ്ചിൽ പോയി സ്റ്റേ കൊടുത്തവരാണ്. കെട്ടകാലത്തെ ഓർമ്മിപ്പിക്കരുത് എന്ന റഹീം പറയുന്നതിനെ കുറെ കൂടി സാധുവാകുന്നതാണ് ഇതെല്ലാം. ഇപ്പോൾ ഇന്ന് പിണറായി വിജയൻ പറഞ്ഞത് ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യുമെന്നാണ്. അതിനുശേഷം ആ നിർദ്ദേശങ്ങൾ വരട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പിഴവുകളുണ്ട്. പക്ഷേ ഒരു ഡയറക്ടറുടെ തെറ്റായ നടപടികൾ മൂലമാണ് എന്ന നിഗമനത്തിലേക്ക് ഇപ്പോൾ സർക്കാർ എത്തിയിട്ടില്ല. ഇതാണ് പിണറായി വിജയന്റെ വാക്ക്. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. ഏക കാരണം ഈ പറയുന്ന ജേക്കബ് തോമസ് ആണ് എന്ന് പറയുമ്പോഴാണ് നിങ്ങളുടെ നിലപാടിലെ ഒരു സുതാര്യതയുടെ പ്രശ്നം വരുന്നത്. ഇതിലെ നിലപാടിലെ സുതാര്യതയല്ല, അദ്ദേഹത്തെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ അവിടെ തന്നെ അദ്ദേഹത്തിന് അവിടെ തന്നെ ഇരുത്തിക്കോട്ടെ. പക്ഷേ അദ്ദേഹം ചെയ്ത ഒരു ക്രമക്കേട് നമുക്ക് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരർത്ഥത്തിൽ പറഞ്ഞ ഒരു ഫാസിസ്റ്റ് നിലപാടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ അദ്ദേഹം അഴിമതി വമ്പന്മാർക്കെതിരെ പിടിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ എക്സോണറേറ്റ് ചെയ്യണം.
അദ്ദേഹത്തിന് ഒരു ഇമ്മ്യൂണിറ്റി കൊടുക്കണം എന്ന നിലയിൽ പറയുന്നതിൽ ഈ അഴിമതി വിരുദ്ധതയിൽ അഴിമതി വിരുദ്ധതയിൽ എന്തെങ്കിലും ഏത് ഘട്ടം വരെ പോയി മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, ചീഫ് സെക്രട്ടറി, ഇവർക്കെല്ലാമെതിരെ, മുൻ ചീഫ് സെക്രട്ടറി, ഇവർക്കെല്ലാമെതിരെ ഒരു ഡിവൈഎസ്പിയെ കൊണ്ട് എഫ്ഐആർ ഇടിച്ചു. രമേശ് ചെന്നിത്തല പറയുകയായിരുന്നു ശങ്കർ റെഡ്ഡിയുടെ നിയമനം. ഇന്ന് രമേശ് പറയുകയായിരുന്നു ഞാനും ആ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. എവിടെയാണ് വിജിലൻസ് ഡയറക്ടർക്ക് ഈ ഡിവൈഎസ്പിയോട് ഈ എഫ്ഐആർ ഇടാനുള്ള, കാണുന്ന മാത്രയിൽ തന്നെ എഫ്ഐആർ ഇട്ട് നടപടി സ്വീകരിക്കാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത് എന്ന്? അപ്പൊ രാഷ്ട്രീയമായി വേട്ടയാടുന്നുണ്ട്. തിരിച്ചാണ് എഫ്ഐആർ ഇടുക എന്നുള്ള ഒരു സ്റ്റേഷൻ ഓഫീസറുടെ ഡ്യൂട്ടി. എത്ര ചെറുതോ ആയിക്കോട്ടെ, പക്ഷെ അതിന്റെ പേരിലുണ്ടാകുന്ന പൊതുജീവിതത്തിലെ നഷ്ടത്തെ അങ്ങനെ അടച്ചാക്ഷേപിക്കരുത്. വേണു, ഞാൻ ഇന്നലെ ഒരു ഡോക്ടർ അലക്സാണ്ടർ ജേക്കബിന്റെ ജയിൽ DGP ആയിരുന്ന അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം കേട്ടു. അദ്ദേഹം പറഞ്ഞത് ജയിലിലുള്ള കുറ്റവാളികളുടെ മനുഷ്യാവകാശത്തെ സംബന്ധിച്ചായിരുന്നു. ജയിൽ കുറ്റവാളികളിൽ 35% പേര് പിന്നീട് കോടതി വെറുതെ വിടുന്നവരാണ് അറ്റ് എനി പോയിന്റ് ഇൻ ടൈം. അപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന ഒരു വീട്ടിൽ നടന്ന റെയ്ഡിനെ കുറിച്ച്, ഇതൊക്കെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവർക്ക് അലോസരം ഉണ്ടാകുന്നതാണ്, അവരുടെ ക്രെഡിബിലിറ്റി ക്രൈസിസ് ഉണ്ടാകുന്നതാണ്, ഒക്കെ സംഭവിച്ചു. പക്ഷേ എല്ലാ ഘട്ടത്തിലും അന്വേഷണ ഘട്ടങ്ങളിൽ മനുഷ്യാവകാശങ്ങൾക്ക് ഇടിവ് സംഭവിക്കുന്നുണ്ട്. അത് നമ്മുടെ നിയമത്തിന്റെ ഒരു ഭാഗവും കൂടിയാണ്. നമ്മുടെ വീട്ടിലേക്ക് ബൂട്ടിട്ട പോലീസുകാരൻ കടന്നു വരുമ്പോഴേ അതിന്റെ വേദന അറിയത്തില്ല. ഇതൊന്നും പറയല്ലേ, ജനങ്ങളുടെ മുമ്പിൽ ഇതൊന്നും പറയരുതേ. അല്ല, ഇതാണ് ഇദ്ദേഹം പറയാൻ സമ്മതിക്കില്ല. ഇത് പ്രശ്നം ജയിലിൽ കിടക്കുന്ന 35% അറ്റ് എനി പോയിന്റ് ഇൻ ടൈം അവർ അകത്ത് തടവറയിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അതിലൊരു മനുഷ്യാവകാശ പ്രശ്നമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനില്ല എന്ന് പറയാനല്ല ഈ പറഞ്ഞത്, ഇതെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയാണ് നമ്മുടെ നിയമവ്യവസ്ഥ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എഫ്ഐആർ ഇടുന്ന ഘട്ടത്തിൽ തന്നെ എഫ്ഐആർ ഇടുന്നതിനെ നമ്മൾ തടസ്സപ്പെടുത്തുന്നതിൻ്റെ പിന്നിൽ, അങ്ങനെ നമ്മൾ എഫ്ഐആർ ഇടുന്നത് ഇവർക്ക് അഡീഷണൽ ഇമ്മ്യൂണിറ്റി കൊടുത്തിട്ടുണ്ട്. പ്രോസിക്യൂഷൻ്റെ ഘട്ടത്തിന് മുമ്പ് ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ മേടിച്ചെങ്കിലേ ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കഴിയുള്ളൂ. സാധാരണ പൗരന് ഇല്ലാത്തൊരു ഇമ്മ്യൂണിറ്റിയാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എഫ്ഐആർ ഇടുന്ന ഘട്ടത്തിൽ തന്നെ അത് തടസ്സപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവിടെ ഒരു അഴിമതിയും അന്വേഷിക്കപ്പെടില്ല എന്നാണ്. പക്ഷേ ഒരു നിമിഷം, നമ്മളെല്ലാം പറയുന്നുണ്ടല്ലോ അന്തിമമായി നീതിപീഠമാണ് ഇതെല്ലാം തീരുമാനിക്കേണ്ടത് എന്ന്. ആ നീതിപീഠം ചോദിക്കാണ് ഇവിടെ വിജിലൻസ് രാജിലേക്ക് പോവുകയല്ലേ എന്ന്. അത് ഒരു നീതിപീഠം ചോദിക്കുമ്പോൾ അതിന് മുമ്പുള്ള 3 വിധികളുടെ കാര്യമാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. ഒരു കേസിൽ, ഇപ്പോൾ ഹോപ്പ് പ്ലാന്റേഷൻ്റെ കേസിൽ വിജിലൻസിന് വീഴ്ച പറ്റിയെന്ന് തന്നെയാണ് എൻ്റെ വിചാരം. പാറ്റൂർ കേസിൻ്റെ കാര്യത്തിൽ ഈ നടപടികൾ ഉണ്ടായതാണ് ഇപ്പോഴത്തെ ഈ അസ്വസ്ഥതയ്ക്ക് പിന്നിലുള്ള ഇത് കാരണമെന്നും ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അഴിമതി അന്വേഷിക്കാതെ മുന്നോട്ട് പോകാൻ ഒരു സെക്കൻഡ് ശ്രീ വിൻസെന്റ്. അല്ല, ഞാൻ അദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിനൊരു അഴിമതി അന്വേഷിച്ചോട്ടെ എന്ന് പറയുകയും അദ്ദേഹത്തിന് വേണ്ടി ന്യായീകരിക്കുകയും ചെയ്യുന്നു. നമ്പർ 1, മുഖ്യമന്ത്രി ഈ 4 ദിവസമായിട്ടും ഈ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് നിങ്ങളൊരു വിശദീകരണം തരണം എന്തെങ്കിലും ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഈ മുഖ്യമന്ത്രി അഴിമതിക്കെതിരായി നിൽക്കുന്നു എന്ന് കേരളത്തിലെ സമൂഹം പറയുമായിരുന്നു. ഒരു വിശദീകരണം പോലും ചോദിക്കാതെ അദ്ദേഹത്തെ പൂർണ്ണമായും അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന പിണറായി വിജയനാണ് കേരളത്തിലെ ഇത്രയും വലിയ അഴിമതിയുടെ പേരിൽ കോടതി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും അദ്ദേഹത്തിന്റെ പേരിൽ കോടതി കേരള മുഖ്യമന്ത്രിയുടെ അഴിമതി വിരുദ്ധ നീക്കത്തിന് എന്തായാലും ഉമ്മൻചാണ്ടിയുടെ സംഘത്തിൽപ്പെട്ട ഒരാളുടെയും സർട്ടിഫിക്കറ്റ് വേഗം ഒരു ഇടവേളയിൽ കൂടെ പോകണം. ഒരു നിമിഷം റഹീം, എനിക്ക് സമയം വേണം. ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.